ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞാനായിരിക്കുന്നത് ക്ലൈപ്പേത യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സെപ്റ്റംബർ 2024 അഡ്മിഷൻ കിട്ടിയ ആതിരയാണ്. ആതിര, വെൽക്കം ടു ക്ലൈപ്പേത യൂണിവേഴ്സിറ്റി. ഒപ്പം ആതിര ഇപ്പം വന്നിട്ട് എത്ര സമയമായിട്ടുണ്ട് ലിത്വാനിയയിലേക്ക്? 3 വീക്സ് ആയിട്ടുണ്ട്. ഓവറോൾ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. എങ്ങനെയുണ്ട് ക്ലൈപ്പേത യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ലിത്വാനിയ, ക്ലൈപ്പേത സിറ്റി ഓവറോൾ എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല വെൽക്കമിങ് ആണ്. ക്ലൈമറ്റ് ഒത്തിരി തണവായിരുന്നു. നമുക്ക് വേറെ എല്ലാം ഓക്കെയാണ്. ഏത് പ്രോഗ്രാമാണ് പഠിക്കുന്നത്? മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് മാനേജ്മെന്റ് ആണല്ലേ. അപ്പം നമുക്ക് ക്ലാസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് കൂടുതലായിട്ടും പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ ആണല്ലേ? പക്ഷേ നമുക്കത് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡാപ്റ്റ് ആയിരുന്നു. പിന്നെ അത് സിമ്പിളാണ്. പോലെ കുറേ പഠിക്കാനും കുറേ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ സെൽഫായിട്ട് പ്രസന്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ശരിക്കും നമ്മളതൊരു നമ്മുടെ ഒരു ഡെവലപ്പായി എടുക്കുന്നതാണ്. അല്ലാതെ ഈ നമ്മളെല്ലാം കിട്ടി പഠിച്ച് വളർന്ന ഒരവസ്ഥയല്ല. നമ്മൾ തന്നെ നമ്മളുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്ത് എൻട്രൻസ് ചെയ്ത് നാളെ ഒരു കമ്പനിയിലാണെങ്കിൽ ഒരു അക്കാഡമിക്സിലാണെങ്കിൽ നമ്മൾ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അവരെത്തിക്കുന്നത്. സാധാരണ നമ്മൾ സിസ്റ്റം അനുസരിച്ച് തിയറീസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് അറിയാനിരിക്കുക. ഇതിപ്പോ നമുക്ക് കറക്റ്റ് നമുക്കിപ്പോ ഒരു പ്രസന്റേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഒരു പ്രസന്റേഷൻ പറയാൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് അതിനുള്ള എല്ലാ സ്കിൽസും നോളജും സോഫ്റ്റ്വെയർസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് അക്വയർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? നമ്മുടെ ഏജൻസി എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടെത്തി? എല്ലാ റെഫറൻസും കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലതാണ്. അപ്പൊ നിങ്ങളിവിടെ ഉള്ള പോലെ തന്നെ ആതിരയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുള്ളതുകൊണ്ട് ആതിര ഹസ്ബൻഡ് ഇവിടെ ഉണ്ടല്ലേ? അദ്ദേഹത്തെ കുറിച്ചൊന്ന് പറയാമോ? എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എന്താണ്? ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വടക്കൻ യൂറോപ്യൻ രാജ്യം എന്ന് തന്നെ പറയാം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. വന്ന സമയത്താണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ മൊത്തം പ്രോസസ്സിങ്ങിനെ എങ്ങനെ നിങ്ങൾ വിലയിരുത്തുന്നത്? അതായത് ആപ്ലിക്കേഷൻ സ്റ്റേജ് തൊട്ട് ഇവിടെ TRP എത്തിക്കുന്നവരെയുള്ള സ്റ്റേജിൽ ആദ്യം എന്തെങ്കിലും ഡിഫിക്കൽറ്റി എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേപ്പറും കാര്യങ്ങളും അങ്ങനെ കുറേ ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ മാമിനെ വിളിച്ചു. മാം കുറേ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിനായാലും സാറും മാമും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുറേ ഏതോ ഒരു സർവൈവിംഗ് സ്റ്റേജിൽ നിൽക്കായിരുന്നു. ആ സമയത്താണ് നമ്മളതാണ് ഒരു പ്രോപ്പർ ഗൈഡൻസ് മാത്രമല്ല, ആ ഒരു ട്രയൽസും അതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ്. ഇപ്പോൾ മാസ്റ്റേഴ്സാണ് വരുന്നത്, നാട്ടിൽ ഇത്ര എഡ്യൂക്കേഷൻ ഉള്ള ഒരാളാണ്. എന്നാൽ നമ്മൾ പ്രോപ്പറായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറയാനായിട്ട് എപ്പോഴും ഒരു മോക്ക് ട്രയൽസ് ആവശ്യമാണ് ഏത് കുട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. വരാനായിട്ടുള്ള പുതിയതായിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ള ഇപ്പം ലിത്വാനിയയിലേക്ക് അല്ലെങ്കിൽ ക്ലൈപ്പേതയിലേക്ക് വരാനുള്ള കുട്ടികൾക്ക് ആദരിക്കാൻ കൊടുക്കാനുള്ള ഗൈഡൻസ് എല്ലാവരും പഠിക്കാനായിട്ട് എല്ലാം ചെയ്തോളും. പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇറാസ്മസ് അങ്ങനെ എല്ലാം ഓപ്ഷൻസ് പഠിക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം നമുക്ക് ഇറാസ്മസിന്റെ സ്കോളർഷിപ്പ് നമുക്ക് ഏത് ലെവലിലും നമുക്ക് അവൈലബിൾ ആണ്. ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും PhD ആണെങ്കിലും 1 ഇയർ വരെ സ്റ്റഡീസ് എക്സ്ചേഞ്ചിനും ഇന്റേൺഷിപ്പിനും പോകാനായിട്ടുള്ള ഫണ്ട് യൂറോപ്യൻ കമ്മീഷൻ തരുന്നുണ്ട്. ആകെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നല്ല രീതിയിൽ പഠിക്കുക അല്ലേ? നമ്മൾ പാർട്ട് ടൈം ചെയ്യേണ്ട എന്നൊന്നും പറയുന്നത്, പാർട്ട് ടൈം ചെയ്യുക, പക്ഷേ സ്റ്റഡീസിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ വേണം. നമ്മുടെ ഒരു സബ്സ്റ്റൻസിനായിട്ട് വേണം നിങ്ങൾ പാർട്ട് ടൈമിലേക്ക് പ്രത്യേകിച്ച് വരാനുള്ള കുട്ടികളോടെയും പറയുന്നത്. കാരണം നിങ്ങൾ അതേ എന്ന് ചിന്തിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിത്തം കുഴപ്പം. നമ്മുടെ മുന്നോട്ടുള്ള 30-35 വർഷം നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ പാർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്.
കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്റ്റഡീസിനാണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് സ്കോളർഷിപ്പുകൾക്കാണ്. അതിലൂടെ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ CV എൻട്രിച്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വേണ്ട ഗൈഡൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ആ കാര്യങ്ങളൊക്കെ യുക്തമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവിധ ഭാഗങ്ങളും നേർന്ന് ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ.